ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്. കരിസ്മാറ്റിക് നവീകരണം സഭയിലെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ്. ഇത് തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് ഇന്ന് ഭാരതത്തിലെ കരിസ്മാറ്റിക് നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന NSTയുടെ ചെയർമാനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് അഞ്ചാനിക്കലച്ചൻ. വളരെ ചെറുപ്പത്തിൽ തന്നെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഫലങ്ങൾ രുചിച്ചറിഞ്ഞ് അതോടൊപ്പം മുന്നോട്ട് നീങ്ങി ഇന്ന് NSTയുടെ ചെയർമാനായി ഇന്ത്യയിലെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ജോസ് അഞ്ചാനിക്കലച്ചൻ മോസസ് എന്ന ഈ പ്രോഗ്രാമിൽ നമ്മോട് അച്ഛൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. സ്നേഹപൂർവ്വം നമുക്ക് ജോസ് അഞ്ചാനിക്കലച്ചൻ്റെ ജീവിതത്തിലൂടെ യാത്ര ചെയ്യാം. നവീകരണ സമൂഹത്തിനെ കരം പിടിച്ച് നയിക്കുന്ന ഇടയന്മാരിൽ മുൻനിരയിൽ നിലകൊള്ളുന്ന വൈദികനാണ് ഫാദർ ജോസ് അഞ്ചാനിക്കൽ. 2011 മുതൽ 2013 വരെ KSTയെ നയിക്കുകയും ഇപ്പോൾ NSTയുടെ ചെയർമാനുമായ ജോസച്ചൻ നവീകരണ സമൂഹത്തിൻ്റെ വളർച്ചയിൽ കരുതുന്ന സ്നേഹത്തിൻ്റെ തണലാണ്. ഇപ്പോൾ നീലൂർ സെയിൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായും സേവനം ചെയ്യുന്ന അഞ്ചാനിക്കൽ അച്ഛൻ തന്നെ വഴി നടത്തുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് നമ്മോട് പങ്കുവച്ചു. അച്ഛൻ വിവിധ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ദേശീയ തലത്തിലും അതുപോലെ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിലുമൊക്കെ ശക്തമായി നേതൃത്വം കൊടുത്തയാളാണ് അച്ഛൻ. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളും പ്രത്യേകിച്ച് അച്ഛൻ്റെ നവീകരണ ജീവിതത്തിലെ അച്ഛനെ ദൈവം കൈപിടിച്ച് നടത്തിയ വഴികളുമൊക്കെ ശാലോം പ്രേക്ഷകർക്കായി അച്ഛനെ കേൾക്കാൻ വളരെ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. അച്ഛൻ്റെ വ്യക്തി ജീവിതത്തിലെ അനുഭവങ്ങളും ദൈവിക ഇടപെടലുകളുമൊക്കെ പങ്കുവയ്ക്കപ്പെടുന്ന മോസസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ജോസ് അഞ്ചാനിക്കലച്ചനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ, ഞങ്ങൾ അച്ഛനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ കരിസ്മാറ്റിക് നവീകരണത്തിലെ കേരളത്തിലെ ചെയർമാനായിരുന്നതുകൊണ്ടും ഇപ്പോൾ അച്ഛൻ ദേശീയ തലത്തിൽ ചെയർമാനായതുകൊണ്ടും ഒക്കെ ജോസ് അഞ്ചാനിക്കലച്ചനെന്ന് ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷേ അച്ഛനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ കുറച്ചേ അറിവുള്ളൂ. അച്ഛൻ്റെ വീട്ടുകാർ, അച്ഛൻ്റെ പശ്ചാത്തലങ്ങൾ നമുക്ക് അവിടെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം ഈ ഒരു ഷെയറിങ്. എൻ്റെ വീട് അറക്കുളത്താണ്. അറക്കുളം പുത്തമ്പള്ളി ഇടവകയാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 11 മക്കളുണ്ട്. അച്ഛനും അമ്മച്ചും മരിച്ചുപോയി. വലിയ കുടുംബമാണ്. വലിയ കുടുംബം, സന്തോഷമുള്ള കുടുംബം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. തീർച്ചയായിട്ടും ബാല്യത്തിലൊക്കെ എൻ്റെ വീട് പള്ളിയുടെ തൊട്ടടുത്താണ്. അതുകൊണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോവുക, ചെറുപ്പത്തിൽ കുർബാനയ്ക്ക് കൂടുക, അവിടെ ഇരുന്ന് വികാരിച്ചുമാരുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടായിരിക്കുക. പിന്നെ വീട്ടിൽ നിർബന്ധമായിരുന്നു എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകണം, പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ഒരു നല്ല പശ്ചാത്തലത്തിൽ വളർന്നു വന്നത്. പിന്നെ ഏറ്റവും സന്തോഷത്തോടെ ഓർക്കാനുള്ളൊരു കാര്യം, സഹോദരങ്ങളൊക്കെ എല്ലാം നല്ല സ്നേഹത്തിലും യോജിപ്പിലും അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം തല്ലി പിടിച്ചും അങ്ങനെ ഒരു നല്ല അന്തരീക്ഷം വീട്ടിലുണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള നല്ലൊരു പ്രോത്സാഹനവും ഒരു സപ്പോർട്ടും എല്ലാം ഉണ്ടായിരുന്നു. അതാണ് ശരിക്കും അച്ഛനാകാൻ വേണ്ടി കൊച്ചിലെ ഒരുങ്ങിയ ആളാണോ? എന്താ പറയുന്നത്? കാരണം ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ചോദിച്ചു, നിങ്ങൾ ആരായി തീരാൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ. ഞാനപ്പോൾ അച്ഛനായി തീരാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞതെന്നാണ് പിന്നീട് എൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞത്. ഞാൻ ഓർക്കുന്നൊന്നുമില്ല. ഏതായാലും അങ്ങനെ ഒരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കുക. പക്ഷേ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടെ പോപ്പുലർ മിഷൻ ധ്യാനം നടന്നു. അപ്പം അത് നയിക്കാൻ വന്ന അച്ഛന്മാരും ഒക്കെ ആയിട്ട് കൂട്ടായി. അപ്പം അങ്ങനെ കുറച്ചുകൂടെ ഇതങ്ങ് വന്നു. പിന്നെ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പം വികാരിച്ചിന് ഇങ്ങനെ രൂപത ചേരണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ കൊണ്ടുപോയി രൂപത മൈനർ സെമിനാരിയിൽ ചേർത്ത്. അങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് വന്നത്. ആ സമയത്ത് ഒത്തിരി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല. തീർച്ചയായിട്ടും അതാണല്ലോ ദൈവവിളി എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല, ആ ദൈവത്തിൻ്റെ ഒരു പദ്ധതി. എന്നാലും വീട്ടിലൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അച്ഛനാകണം എന്നൊക്കെ? വീട്ടിൽ മാതാപിതാക്കൾ അങ്ങനെ ഒരു വലിയതൊന്നും ഇല്ലായിരുന്നു.
അച്ഛനാകാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ആരും അല്ല ചില പ്രത്യേകിച്ച് അങ്ങനെ- വീടുകളിൽ പറയുമല്ലോ പിള്ളേരോട് മോനെ ഒരു അച്ഛനായാൽ നല്ലതാണ് അങ്ങനെയൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ള എന്തെങ്കിലും? അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ എൻ്റെ പെങ്ങന്മാരോട് ഇങ്ങനെ മടത്തി പോകണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ അവരാരും പോയുമില്ല. അല്ലാതെ അങ്ങനെ അച്ഛനാകും പോകണമെന്നുള്ളൊരു പറഞ്ഞ് കേട്ടിട്ടില്ല. ഞാൻ ഓർക്കുന്നില്ല അങ്ങനെയുണ്ട്. അച്ഛൻ്റെ പൗരോഹിത്യ വർഷം 1982 ഡിസംബർ 30. ഏത് പിതാവച്ഛൻ? പള്ളിക്കാപ്പുറം പിതാവായിരുന്നു. അച്ഛൻ ഈ കരിസ്മാറ്റിക് നവീകരണവുമായിട്ട് ബന്ധപ്പെടുന്നത് അച്ഛനായതിനു ശേഷമാണോ അതോ? അല്ലല്ല, ഞങ്ങൾ ഫിലോസഫി പഠിക്കുന്ന സമയത്ത് സെക്കൻഡറി ഫിലോസഫിയിലാണെന്ന് കേരളത്തിൽ തന്നെ കരിസ്മാറ്റിക് ധ്യാനം ആദ്യം വന്നത്. 1976 ഞാൻ സെക്കൻഡറി ഫിലോസഫി പഠിക്കുമ്പോൾ ഞങ്ങളുടെ സെമിനാറിൽ കരിസ്മാറ്റിക് ധ്യാനം ഉണ്ടായിരുന്നു. ഫാദർ ഫിയോ മസ്കരനാസ്, ഫാദർ റൂഫസ്, അവരെ ഫാദർ മർസിലിനോ, പിന്നെ അന്നത്തെ ഞങ്ങളുടെ പ്രസിഡൻ്റായിരുന്ന ഫാദർ ഡൊമിനിക് ഓസിലി. അപ്പോൾ അവർ 4 പേര് കൂടി അവിടെ ധ്യാനമൊക്കെ നടത്തി. അത് കേരളത്തിലെ വടവാതൂർ സെമിനാരി, ആലുവ സെമിനാരി, കർമ്മലിഗിരി സെമിനാരിയിൽ. അത് കേരളത്തിലെ 3ാമത്തെ കരിസ്മാറ്റിക് ധ്യാനമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അന്ന് ആ ധ്യാനത്തിൽ സംബന്ധിച്ചു. അത് വലിയൊരു അനുഭവമാണ്. സെമിനാരിക്കാർക്ക് വേണ്ടി മാത്രമുള്ളത്, ആ സെമിനാരിക്കാർക്ക് വേണ്ടി മാത്രമായിരുന്നു. അത് മങ്കരപ്പുഴയിൽ തിയോളജി സെക്ഷനും കർമ്മലിഗിരി ഫിലോസഫി സെക്ഷനും. അപ്പം മങ്കരപ്പുഴ ആദ്യം നടന്നു, പിന്നീട് കർമ്മലിഗിരിയിൽ നടന്നു. അത് കഴിഞ്ഞ് അന്ന് പള്ളിക്കുന്നാലച്ഛൻ അവിടെ പ്രൊഫസറായിരുന്നു. അച്ഛന് ഈ ധ്യാനം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രയർ ഗ്രൂപ്പ് തുടങ്ങി എല്ലാ വ്യാഴാഴ്ചയും. അപ്പോൾ ആ പ്രയർ ഗ്രൂപ്പിൽ പോകുമായിരുന്നു. ഒത്തിരി കൃത്യമായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ പലപ്പോഴൊക്കെ പോകുമായിരുന്നു. അങ്ങനെ ആ കരിസ്മാറ്റിക് നവീകരണവുമായിട്ട് 1976 മുതൽ ആ ധ്യാനത്തെ സംബന്ധിച്ചത് മുതൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ തിയോളജി പഠിക്കാൻ പൂനെയിലെ പോയത്, പേപ്പർ സെമിനാരിൽ. അപ്പോൾ അവിടെ പുറത്ത് കൽക്കി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ എല്ലാ ഞായറാഴ്ചയും മലയാളം കുർബാന ഉണ്ടായിരുന്നു. ഞങ്ങളെ സഹായിക്കാൻ പോകുമായിരുന്നു. അവിടെ എല്ലാ ചൊവ്വാഴ്ചയും ഒരു മലയാളം പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കരിസ്മാറ്റിക് പ്രയർ ഗ്രൂപ്പ്. അപ്പോൾ അത് സഹായിക്കാനായിട്ട് പേപ്പർ സെമിനാരിയിൽ നിന്ന് ഞങ്ങളൊരു 3 പേര് പോകുന്നുണ്ടായിരുന്നു എല്ലാ ചൊവ്വാഴ്ചയും. അങ്ങനെ ആ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് നയിക്കുന്ന ആ ഒരു രീതിയിലേക്കും കൂടെ ഒന്ന് സഹായിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ സെമിനാരി പഠനകാലത്ത് തന്നെ പിന്നെ ഞാൻ പേപ്പർ സെമിനാരി ചെന്ന വർഷവും അവിടെ കരിസ്മാറ്റിക് ധ്യാനമാണ് നടന്നത്. അങ്ങനെ കരിസ്മാറ്റിക്കുമായിട്ട് സെമിനാരി കാലത്ത് തന്നെ ഒന്ന് ബന്ധപ്പെടാനായിട്ട് അവസരം ഉണ്ടായിരുന്നു. അച്ഛൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അന്ന് ഈ അച്ഛൻ അവിടെ ഫിലോസഫി പഠിക്കുന്ന സമയത്ത് കരിസ്മാറ്റിക് ധ്യാനം കൂടിയത് അച്ഛൻ്റെ ഒരു പൗരോഹിത്യ ജീവിതത്തെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്നാകും അച്ഛൻ്റെ ഒരു? കരിസ്മാറ്റിക്കിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടലാണല്ലോ. അപ്പോൾ ഞാൻ ഓർക്കുന്ന അന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചത് ഫാദർ ഡൊമിനിക് ഒസിഡിയാണ്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം, യു ലീവ് യുവർ ടങ് ഫ്രീ, യു ലീവ് യുവർ മൗത്ത് ഫ്രീ, ലെറ്റ് ദി ഹോളി സ്പിരിറ്റ് വർക്ക് ഇൻ യു. അപ്പോൾ ഞാൻ അന്ന് അങ്ങനെ അങ്ങോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ പിന്നീട് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ അത് എനിക്ക് ഒത്തിരിയേറെ അനുഭവിക്കാൻ സാധിച്ചു, പ്രത്യേകിച്ച് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ. കാരണം ഞാൻ ഒത്തിരി കുറവുകളുള്ള ഒരു വ്യക്തിയൊക്കെയായിരുന്നു. പ്രത്യേകിച്ച് പ്രസംഗത്തിൻ്റെ കാര്യത്തിലോ ക്ലാസ്സുകളുടെ കാര്യത്തിലൊക്കെ ഞാൻ ഒത്തിരി പുറകോട്ടായിരുന്നു. പക്ഷേ എനിക്കൊരിക്കലും അതൊരു തടസ്സമായിട്ട് വന്നില്ല എന്നുള്ളതാണ്. എപ്പോൾ അവസരം കിട്ടിയാലും അത് വളരെ ഭംഗിയായിട്ട്, മറ്റുള്ളവർ പറയുന്നത് കേട്ടോ, അപ്പോൾ ആ രീതിയിൽ അത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പോൾ എനിക്ക് കൂടുതൽ ബോധ്യമുണ്ട്, അത് പരിശുദ്ധാത്മാവ് ഇടപെട്ടതാണ്. അത് ഈ കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ എനിക്ക് ലഭിച്ച ഒരു വരദാനമായിട്ട് തന്നെ ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും തന്നെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ അത് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ മുൻപിലുള്ള സമ്പൂർണമായ സമർപ്പണം. ഈ സമർപ്പണം വഴി ഒരു നവയുഗ പ്രവാചകനായി അച്ഛൻ മാറ്റപ്പെട്ടു. നവീകരണത്തിൻ്റെ സ്നേഹജ്വാല ഹൃദയത്തിൽ ഒരു കനലായി മാറി. അനേകം ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ ദൈവം അഭിഷേകം ചെയ്തുയർത്തി. ആദ്യം അച്ഛൻ ശരിക്കും ഈ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞു. സെമിനാരിയിലുണ്ടായിരുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പ്, പിന്നെയാണെങ്കിലും പൂനെയിൽ ചെന്നപ്പോൾ പേപ്പർ സെമിനാരിക്ക് പുറത്തുള്ളൊരു പ്രാർത്ഥനാ ഗ്രൂപ്പിനെ കുറിച്ച് ശരിക്കും ഈ അവിടെ അച്ഛൻ പോയിരിക്കുന്ന അൽമായരുടെ ഒപ്പമാണല്ലോ, സെമിനാരിക്ക് പുറത്ത് പൂനെയിലെ. ഈ 2 പ്രാർത്ഥനാ ഗ്രൂപ്പുകളും കരിസ്മാറ്റിക് നവീകരണത്തിൽ നമ്മൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ, നവീകരണത്തിൽ വളരുക അല്ലെങ്കിൽ ആത്മീയ, അങ്ങനെ അച്ഛനെ ഇതെത്രത്തോളം സഹായിച്ചിട്ടുണ്ട് ഈ പ്രാർത്ഥനാ സമൂഹം? എനിക്ക് തോന്നുന്നു നമ്മൾ സെമിനാരിലായിരുന്നപ്പോൾ നമ്മളതിൻ്റെ ഒരു ഭാഗമായിട്ടങ്ങ് മാറി. ആരെങ്കിലും പ്രാർത്ഥന നയിക്കുന്നു, നമ്മളതിൽ കൂടി അങ്ങ് പോകുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉത്തരവാദിത്വം കൂടി. വേറെ 2 ബ്രദേഴ്സും കൂടെ ഉണ്ടായിരുന്നു. അവരോട് ചേർന്ന് പ്രാർത്ഥന നയിക്കേണ്ട
ഒരു ഉത്തരവാദിത്തോട് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റായി. അത് എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ നമ്മുടെ നേതൃത്വത്തിൻ്റെ ഒരു ആരംഭം അവിടെ തുടങ്ങി എന്ന് തന്നെയാണ്. അപ്പോൾ അത് ഇവിടെ ആയി കഴിയുമ്പോഴേക്കും സെമിനാറിലായിരുന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് നിന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പ്രാർത്ഥന നയിക്കേണ്ട ഒരു രീതിയിലേക്കും കൂടെ അത് അവസരമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിലേക്കും കൂടെ കടന്നു വരാനായിട്ടിടയായി. അപ്പോൾ ആ ഒരു തരത്തിൽ ഒരു പക്ഷേ അങ്ങനെ ഒന്ന് വളരാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഈ വൈദികനായി പാലാ രൂപതയിൽ അച്ഛൻ വൈദികനായി. അത് കഴിഞ്ഞിട്ടുള്ള അച്ഛൻ്റെ കരിസ്മാറ്റിക് അനുഭവം. വൈദികനായി കഴിഞ്ഞിട്ട് ഞാൻ പൂഞ്ഞാറ് ഇടവകയിൽ അസിസ്റ്റൻ്റായിട്ടുണ്ടായിരുന്നു. പൂഞ്ഞാറിനെ സംബന്ധിച്ചോളം ഉണ്ടായിരുന്ന ഒരു ഗുണം, അവിടെ നല്ലൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന ആളുകൾ ഇപ്പോഴും കരിസ്മാറ്റിക്കിൽ ആക്റ്റീവായിട്ട് ഉണ്ട് രംഗത്ത്. അപ്പോൾ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ സഹായിക്കാനായിട്ട് പോകുമായിരുന്നു ഇടയ്ക്ക്. നമുക്ക് മുഴുവൻ സമയമൊന്നും അവരുടെ കൂടെ ഇരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവർ വിളിക്കുന്ന സമയത്തൊക്കെ പോകാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അങ്ങനെ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് പൂഞ്ഞാറ് ഇടവകയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ 2.5 വർഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരുമായിട്ടൊക്കെ നന്നായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കരിസ്മാറ്റിക്കിനെ കുറിച്ച് സത്യത്തിൽ എനിക്കൊരു നല്ല അഭിപ്രായമാണ് അന്ന് ഇടവകയിൽ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ കുറിച്ച് ഉണ്ടായിരുന്നത്. കാരണം ആ പ്രാർത്ഥനാ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളുകൾ ഇടവകയിൽ സജീവമായിട്ടുണ്ടായിരുന്നവരാണ്. അവിടെ നല്ല അഭിപ്രായം ഉണ്ടായിരുന്നവരും, ആർക്കും പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. അവരാണെങ്കിലും പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കും, നല്ല യോജിപ്പിലും കൂട്ടായ്മയിലൊക്കെ പോകുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അതുകൊണ്ട് അന്നും എനിക്കതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അച്ഛൻ ഇപ്പോൾ ശരിക്കും അധ്യാപകനാണല്ലോ. അല്ല, അച്ഛൻ പിന്നെ എന്നാണ് ഈ അധ്യാപന രംഗത്തേക്ക് വന്നത്? ഈ കുർബാന പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷമാണ്? അതിനുശേഷം ഞാൻ പൂഞ്ഞാറിൽ അസിസ്റ്റൻ്റായിട്ട് 2.5 വർഷം കഴിഞ്ഞ് 1985 എൻ്റെ പൗരോഹിത്യം 82-ലായിരുന്നു. 83 പൂഞ്ഞാറിൽ അസിസ്റ്റൻ്റായി. 85 ഞാൻ പാലായിൽ സെൻറ് തോമസ് കോളേജിൽ പഠിക്കാനായിട്ട് പോയി. അവിടെ വെച്ച് ഡിഗ്രിയും PGയും പഠിച്ചു. 90 അത് പാസ്സായി. പിന്നെ 91-92 കാലഘട്ടത്തിൽ B.Ed പാസ്സായി. 93 ഈ അധ്യാപനം തുടങ്ങി. അല്ല ചയ്യ, പൊതുവെ കരിസ്മാറ്റിക് നവീകരണത്തിൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ദൈവത്തിൻ്റെ ഇടപെടലുകൾ. അച്ഛൻ നേരത്തെ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനെ കുറിച്ച് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ വളരെ വ്യക്തിപരമായിട്ട് അനുഭവിക്കാൻ കരിസ്മാറ്റിക് നവീകരണത്തിലുള്ള ആളുകൾക്ക് സാധിക്കാറുണ്ട്. ദൈവം എന്നെ തൊട്ടു, അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിച്ചു. നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടേമുകൾ അങ്ങനെയൊക്കെയാണല്ലോ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ പറഞ്ഞ അച്ഛനൊരു വ്യക്തിപരമായിട്ട് അച്ഛൻ്റെ ഒരു പൗരോഹിത്യ ജീവിതത്തിൽ അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു കൂടെ നടക്കുന്ന അനുഭവങ്ങൾ ഒക്കെ അച്ഛൻ ഈ നവീകരണത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അച്ഛൻ്റെ ചില ഓർമ്മകൾ അങ്ങനത്തെ. എനിക്ക് അങ്ങനെ നമ്മളെ കരിസ്മാറ്റിക് ടീമിൽ പറയുന്ന ഒരു എക്സെപ്ഷണൽ അനുഭവം എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ എനിക്കൊരു സംശയമില്ല, ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. കാരണം ഞാൻ ഓർക്കുന്നു 1982 നമ്മുടെ ഇവിടെ വെച്ച് നാഷണൽ കൺവെൻഷൻ ഉണ്ടായിരുന്നു തേവരയിൽ. അപ്പോൾ അതിനുശേഷം തിരിച്ചു പോകുന്ന സമയത്ത് ഞാനും ഒന്ന് ഇവിടെ അവധിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ട്രെയിനിൽ ഈ ബോംബെയിലുള്ള കരിസ്മാറ്റിക് ഗ്രൂപ്പുകാരുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പ്രാർത്ഥനയും പാട്ടും എല്ലാം ആയി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് പേര് അവരെ ഇച്ചിരി കളിയാക്കി അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം അവർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ തീർച്ചയായിട്ടും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും, അച്ഛൻ നല്ലൊരു കരിസ്മാറ്റിക്കായി തീരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഞാനത് ബോംബെയിലൊക്കെ ചെന്നപ്പോൾ അവരുടെ അടുത്തത് പറഞ്ഞിട്ടുണ്ട്. അന്ധേരിയിലുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അന്ന് തീർച്ചയായിട്ടും അവർ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഈ ഒരു അനുഭവം ദൈവത്തിൻ്റെ അങ്ങനത്തെ ഒരു ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ളൊരു ഇടപെടലുണ്ടായി എന്ന് അങ്ങനെയൊന്നും പറയാൻ എനിക്കില്ല. എങ്കിലും ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചെറുപ്പത്തിൽ പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ പ്രസംഗമൊക്കെ എഴുതി കാണാതെ പഠിച്ചൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എൻ്റെ ഓർഡിനേഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു ഇടവകയിൽ എന്നെ പെരുന്നാളിന് കുർബാനയെല്ലാം വിളിച്ചു. അപ്പോൾ തലേ ദിവസം പ്രസംഗിക്കേണ്ട അച്ഛൻ വന്നില്ല. അപ്പോൾ എന്നോട് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നെ നിർബന്ധിച്ച് ആൾക്കാരെ കയറ്റി. അപ്പോൾ ഞാനവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ 17 മിനിറ്റ് പ്രസംഗിച്ചു. ഒരു ഒരുക്കവും ഇല്ലായിരുന്നു. അപ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടലാണ്. തീർച്ചയായിട്ടും. അത് നന്ദിയോടെ ഓർക്കാൻ കാരണം അത് 83-ലാണ്. പിന്നെ ഇന്ന് വരെ ഏതവസരത്തിൽ എപ്പോൾ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒട്ടും പേടിയില്ലാതെ എനിക്ക് ഉറപ്പുണ്ട് പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കും, ഇടപെട്ടോളും. ഞാനല്ല സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് ഒത്തിരി കുറവുകളുണ്ടായിരുന്നെങ്കിലും
ഒരു വിധത്തിലും അത് എൻ്റെ ജീവിതത്തെയോ പൗരോഹിത്യത്തെയോ ബാധിക്കാതെ ദൈവം എന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഇൻസ്റ്റൻസ് മറ്റൊന്ന് എടുത്തു പറയാനായിട്ടുണ്ടോ എന്ന് അല്ലേ, അച്ഛൻ ഈ പറഞ്ഞത് തന്നെ വലിയ ഒരു വലിയ കാര്യമാണ്. കാരണം എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ തന്നെ ഏറ്റവും അധികം സഹായിച്ച ഒരു കാര്യം അത്. അതെ അതെ തന്നെയല്ല അച്ഛൻ ഈ പറഞ്ഞത്, അതായത് അച്ഛൻ പറഞ്ഞല്ലോ എന്ത് കുറവുണ്ടെങ്കിലും അത് എൻ്റെ ജീവിതത്തെ ബാധിക്കാത്ത വണ്ണം പരിശുദ്ധാത്മാവ് അല്ലെ ദൈവം ഇടപെടുന്നു എന്നുള്ളത്, അത് തീർച്ചയായിട്ടും അച്ഛന് കിട്ടിയത് ഈ ആദ്യത്തെ ആ ഒരു പ്രസംഗത്തിൽ നിന്നായിരിക്കണമല്ലോ. അങ്ങനത്തെ ഒരു ഇടപെടല്ലേ തീർച്ചയായും അത്തരം ചില അനുഭവങ്ങൾ ഈ ബോധ്യം ഉറപ്പിക്കാനും സഹായിക്കുന്നു. അതുകൊണ്ട് പിന്നെ പാട്ടിൻ്റെ കാര്യത്തിലാണേലും ഇപ്പം ഞാൻ ഈ കരിസ്മാറ്റിക്കിലേക്ക് ഇതിൻ്റെ ആക്റ്റീവായിട്ട് കടന്നു വരാൻ തന്നെ കാരണം എനിക്ക് പാട്ട് പാടാനുള്ളൊരു കഴിവ് ദൈവം തന്നുകൊണ്ടാണ്. ഞാൻ ഒരു പ്രോഗ്രാമിൽ ഒരു ചെറിയ മീറ്റിങ്ങിൽ ഒരു പാട്ട് പാടിയതുകൊണ്ടാണ് ഞാനിത് പല സ്ഥലത്തും പരസ്യമായിട്ട് പറയാറുണ്ട്. ഇന്ന് ഞാൻ NST ചെയർമാനായിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആരംഭം കുറിച്ചത് ഞാനൊരു പാട്ട് പാടിയതാണ്. അപ്പം അങ്ങനെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞപ്പം അച്ഛന് പാടാൻ കഴിവുണ്ടല്ലോ എവിടെ വെച്ച് അച്ഛൻ പാടി? അത് ഞങ്ങൾ സെൻറ് തോമസ് കോളേജിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അച്ഛന്മാരുടെ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു പാട്ട് പാടാൻ പറഞ്ഞ് ഞാൻ പാടിക്കഴിഞ്ഞപ്പോൾ അന്ന് പാലായിലെ കൺവെൻഷൻ്റെ ഒക്കെ ചുമതല ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് തെക്കമുറി അച്ഛന്, എനിക്ക് എൻ്റെ കരിസ്മാറ്റിക് ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സഹായിച്ചതും സ്വാധീനിച്ചതുമായിട്ടുള്ളത് തെക്കമുറി അച്ഛനാണ്. അച്ഛൻ ഒരാൾ തന്നെയാണ്. അപ്പോൾ അത്രയും സന്തോഷമുണ്ട്, അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ നന്ദിയുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞു അച്ഛൻ പാട്ടൊക്കെ പാടുമല്ലോ, അപ്പോൾ നമ്മുടെ കൺവെൻഷൻ്റെ പാട്ടിൻ്റെ ഉത്തരവാദിത്വം അച്ഛനെ ഏൽപ്പിക്കാം എന്നും പറഞ്ഞ് പാലാ കൺവെൻഷൻ്റെ പാട്ടിൻ്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ നേതൃത്വത്തിലേക്ക് സത്യത്തിൽ കടന്നു വന്നത്. പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത് 1985 30 വർഷമായി, 30 വർഷം കഴിഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തമ്പുരാൻ ഈ അച്ഛനെ ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്ന ആദ്യത്തെ ഒരവസരമാണ് അന്നത്തെ ആ പാട്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നീട് അച്ഛൻ നവീകരണത്തിൽ പല ഉത്തരവാദിത്തങ്ങളും ഒക്കെ നിറവേറ്റിയല്ലോ, പ്രത്യേകിച്ച് കേരളത്തിലെ ചെയർമാൻ, ഇപ്പോൾ അച്ഛൻ ദേശീയ തലത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ ഇപ്പോൾ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ചെറിയൊരു ഉത്തരവാദിത്വമല്ല. കേരളത്തിലെ ഈ എല്ലാ രൂപതകളിലെയും സോണുകളിലെയും ആളുകളെ കൂട്ടിയിണക്കി ഒരു ദർശനത്തിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതുപോലെ ഇപ്പം ദേശീയ തലത്തിലും ഇനി വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അച്ഛനെ ഒന്നുകിൽ ധൈര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അച്ഛനെ സഹായിക്കുന്ന ഒരു ഘടകം, ഏറ്റവും ആദ്യത്തെ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ ഒരു ഉത്തരവ്? ഞാനതിനെ ഒരു വലുതായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം ഞാനീ ചെറുതി ഇങ്ങനെ വന്നതാണ്, സ്റ്റെപ്പായിട്ട്. അപ്പോൾ ഞാനൊരു മിനിസ്ട്രിയിൽ ആരംഭിച്ചു. പിന്നെ അടുത്തൊരു കൊച്ചു മിനിസ്ട്രിയുടെ ആനിമേറ്ററായി ക്രിസ്റ്റീൻ്റെ, പിന്നെ ജീസസ് യൂത്തിൻ്റെ ആനിമേറ്ററായി, പിന്നെ സോണ സർവീസ് ടീമിൻ്റെ അംഗമായി, പിന്നെ സോണ സർവീസ് ടീമിൻ്റെ വർക്കിംഗ് ചെയർമാനായി, പിന്നെ സോണ സർവീസ് ടീമിൻ്റെ ചെയർമാനായി, പിന്നെ KSTയിൽ ഒരു മിനിസ്ട്രിയുടെ ആനിമേറ്ററായി. അതിനുശേഷം വേറൊരു മിനിസ്ട്രിയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. പിന്നെ KST മെമ്പറായി, പിന്നെ KST ചെയർമാനായി, അതിനിടയിൽ NST മെമ്പറായി, പിന്നീട് NST ചെയർമാനായി. അപ്പോൾ ഇതിങ്ങനെ ഒരു ഗ്രാജുവലായിട്ടുള്ളൊരു വളർച്ചയാണ്. അപ്പോൾ ഒന്നിനെ തുടർച്ചയായിട്ട് പോയതുകൊണ്ട് എനിക്കെന്നും എൻ്റെ കുറവിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ട്. അപ്പോൾ ഇതിനൊരു വലുതായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. കാരണം അത്രയും വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു കഴിവോ അതിനുള്ളൊരു പ്രാപ്തിയോ അതിനുള്ളൊരു വിശുദ്ധിയോ ഒന്നും എനിക്കില്ലയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അതിനെ ഒരിക്കലും ഒരു വലുതായിട്ട് കാണേണ്ടി വന്നിട്ടില്ല. ഇതിങ്ങനെ എൻ്റെ ഒരു ഗ്രാജുവൽ വളർച്ചയായിട്ട് അങ്ങനെ ഞാനതിനെ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവം വഴി നടത്തിയ ഒരു ഇടപെടലായിട്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ കാണുന്നു. ഞങ്ങൾ അച്ഛനെ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, അച്ഛൻ കാര്യം ചെറുത് എന്ന് പറഞ്ഞെങ്കിലും അച്ഛൻ ചെയ്ത ഉത്തരവാദിത്തങ്ങൾ വലിയ ഉത്തരവാദിത്തങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ അച്ഛൻ ഒരിക്കലും ടെൻസ്ഡായി കണ്ടിട്ടില്ല. ഒരു ഉത്കണ്ഠാകുലനായോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭ്രമമൊന്നും അച്ഛൻ ഈ മുമ്പോട്ടുള്ള വഴികളിൽ കണ്ടിട്ടില്ല. എന്തായിരിക്കും അച്ഛൻ്റെ ഒരു ധൈര്യത്തിൻ്റെ കാരണം? അത് തീർച്ചയായിട്ടും ഞാനല്ല ചെയ്യുന്നത്. ഈ പൗലോസ്ലീഹായുടെ ഒരു ബോധ്യമുണ്ടല്ലോ. പൗലോസ്ലീഹ പറഞ്ഞു ഞാൻ എന്തായിരിക്കുന്ന ദൈവകൃപയാണ്. അപ്പോൾ ഞാൻ എല്ലാവരെയും കൂടെ അധ്വാനിച്ച്, ഞാനല്ല അധ്വാനിച്ച ദൈവത്തിൻ്റെ കൃപയെ അധ്വാനിച്ച്. അത് തീർച്ചയായിട്ടും എനിക്ക് ഒരു ബോധ്യമുണ്ട്. കാരണം എന്നെ ദൈവം ഒരു കാര്യം ഏൽപ്പിച്ച് കഴിയുമ്പം അത് നയിക്കാനുള്ള നടത്താനുള്ള കൃപയും ദൈവം തരും. ഇപ്പം എൻ്റെ ബോധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളായിരിക്കില്ല സംസാരിക്കുന്നത്, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവായിരിക്കും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കുകയല്ല, ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവിൻ്റെ ശക്തിയോടെ പ്രവർത്തിക്കുകയല്ല, ആത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുക. അപ്പോൾ നമ്മളൊരു ഉപകരണം മാത്രമായിട്ട്.
അപ്പോൾ പിന്നെ നമ്മൾ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ദൈവം നയിച്ചോളൂ. ഇതാണ് എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പം. പിന്നെ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും കണ്ട് എൻ്റെ കൂടെ ഉള്ള ടീം അംഗങ്ങൾ, ഗ്രൂപ്പുകൾ, അവരെ ഞാൻ എന്നും വിശ്വസിച്ചിട്ടുണ്ട്. അവരെ എന്നും വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. അവരെന്നും സപ്പോർട്ടീവായിരുന്നു. അവരുടെ എല്ലാ അഭിപ്രായങ്ങളും അതിനെ മാനിക്കുകയും അംഗീകരിക്കുകയും അവരോട് ചർച്ച ചെയ്യുകയും കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഒരു കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അപ്പോൾ അതെൻ്റെ തന്നെ ഒരു പ്രവർത്തനമല്ല, കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനമായി കഴിയുമ്പം നമുക്കതിനകത്ത് ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ അനുഭവം. ശക്തമായി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ അച്ഛനോടൊപ്പം മുഴുവൻ സമയവും ഇപ്പോൾ നിലനിൽക്കുന്നു. നവീകരണ ധ്യാനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും വഴി ഇവർ അനേകരിലേക്ക് നമ്മുടെ നാഥൻ്റെ സ്നേഹം പകരുന്നു. ദിവ്യകാരുണ്യനാഥൻ്റെ ചൈതന്യം ഇവർക്ക് തണലാകുന്നു. ഇപ്പോൾ ആളുകൾ പലപ്പോഴും എല്ലാവർക്കും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും പല ഘട്ടങ്ങളിൽ. മാതാപിതാക്കൾക്ക്, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്. ഇപ്പോൾ അച്ഛന് ഉത്തരവാദിത്വത്തിൻ്റെ മേഖലകളിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഇപ്പോൾ പല ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന കാര്യങ്ങളിൽ അച്ഛൻ എത്രത്തോളമാണ് ഈ ഒരു അച്ഛൻ്റെ ഒരു ശൈലിയാണ്. ഇപ്പോൾ ചിലർ പറയും ദൈവത്തോട് ആലോചന ചോദിച്ച് തീരുമാനം എടുക്കും, അങ്ങനെ പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ടു. അച്ഛൻ്റെ ഒരു അങ്ങനത്തെ ഒരു വ്യക്തിപരമായ അച്ഛനെടുക്കുന്ന, പ്രത്യേകിച്ച് കരിസ്മാറ്റിക് നവീകരണ രംഗത്ത് ഒക്കെ അച്ഛനെടുക്കുന്ന ഒരു ശൈലി എന്താണ് അച്ഛൻ്റെ? ഞാൻ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആദ്യം അത് ദൈവത്തിന് സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. അതോടൊപ്പം ചിലപ്പോൾ എൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ചൊരു പ്ലാൻ കാണും. ഞാനത് എൻ്റെ കൂടെയുള്ള ആളുകളോടൊന്ന് സംസാരിച്ച് അവരുടെ അഭിപ്രായം കൂടെയൊക്കെ കേട്ട്, ചിലപ്പോൾ ഞാനൊരു തീരുമാനം എടുത്താൽ പോലും ഞാൻ വീണ്ടും അതിനെക്കുറിച്ച് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പങ്കുവെച്ചിട്ട് അവരുടെ ഒരു സപ്പോർട്ടോട് കിട്ടി അങ്ങനെ പോകുന്നൊരു രീതിയാണ് എനിക്ക് ഉള്ളത്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൻ്റെ കൂടെയുള്ളവരെ വിശ്വാസത്തിലെടുത്ത്, അപ്പം ചിലപ്പം അത് നമ്മളെക്കാട് ഉയർന്ന ആളുകൾ എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ എൻ്റെ കൂടെ താഴെയുള്ള ഇപ്പോൾ പ്രയർ ഗ്രൂപ്പുള്ള ഒരാളോ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ അവരോടും ഒന്ന് ആലോചനയൊക്കെ ചോദിച്ച് അവരുടെ അഭിപ്രായം കൂടെയൊക്കെ മേടിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ തീരുമാനം എടുക്കുന്നത് ഞാൻ സ്വല്പം പുറകോട്ടാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാക്സിമം പറ്റുന്നിടത്തോളം ഒരു അഭിപ്രായമൊക്കെ ചോദിച്ച് രണ്ടാമൊന്നുകൂടെയൊക്കെ ചിന്തിച്ച് അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു രീതിയാണ്. അല്ല, ഞാൻ ഓർക്കുന്നൊരു കാര്യം ഇതായിരുന്നു. അച്ഛൻ കേരളത്തിലെ ചെയർമാനായിരുന്ന സമയത്താണ് പാലായിൽ വെച്ച് ഒരു വലിയ കൺവെൻഷൻ, ബത്സലോം എന്ന പേരിൽ ഒരു കുടുംബ കൺവെൻഷൻ. ശരിക്കും 10,000-ഓളം ആളുകൾ, ഫാമിലികളിൽ നിന്നും 10,000-ഓളം ആളുകൾ. അച്ഛനീ പറഞ്ഞ കാര്യം ശരിക്കും പറഞ്ഞാൽ അച്ഛനല്ല ഒന്നും ചെയ്തത്, പല കാര്യങ്ങൾ പലരാണ് ചെയ്തത്. അച്ഛൻ്റെ ആ ഒരു ആളുകളെ ഏൽപ്പിക്കുന്നു, അവരത് ചെയ്യുന്നു. അവരാണ് അതിൻ്റെ 100% ചെയ്യേണ്ടത് എന്നുള്ള അതാണ് അച്ഛൻ്റെ ലീഡർഷിപ്പിനെ കുറിച്ചുള്ള അച്ഛൻ്റെ ഒരു ചിന്തയും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ പോലും ഇപ്പം ഞാൻ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളും കൂടെയാണ്. അപ്പം ഇതിൻ്റെ എല്ലാവരെയും കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധ അതിനകത്തുണ്ടാകണം. കാരണം അൾട്ടിമേറ്റായിട്ട് നമ്മുടെ അതിൻ്റെ ഉത്തരവാദി. എവിടെയെങ്കിലും ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ സമാധാനം പറയണം. ഇപ്പം സ്കൂളിൽ അധ്യാപകനൊക്കെ ആയിരിക്കുമ്പം നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ പല ന്യൂസുകളും കേൾക്കുന്നുണ്ടല്ലോ. സ്കൂളിൽ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന്, ഏതെങ്കിലും അധ്യാപകരുടെ ഏതെങ്കിലും കുട്ടികളുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് പ്രിൻസിപ്പളാണ് ഉത്തരവാദി എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ എല്ലാവരെയും ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാലും നമ്മുടേതായിട്ടുള്ളൊരു ശ്രദ്ധ അവിടെ ഉണ്ടാണ്. ഈ ബെഷലോം കൺവെൻഷൻ എന്ന് പറയുന്നത് അതൊരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് എപ്പോഴും കാണുന്നത്. കാരണം ഇപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും കണ്ടു കഴിയുമ്പോൾ അച്ഛാ ബെഷലു എന്നുള്ളത്, കാരണം അതൊരു നല്ല ഒരു കൂട്ടായ്മ അവിടെ അനുഭവമായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ചിന്തകൾ കേരളത്തിലെ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും അത് കാണാൻ സാധിക്കും. അതിന് നല്ലൊരു, കാരണം അതിനു വേണ്ടിയിട്ട് ഒത്തിരി ആളുകൾ ബുദ്ധിമുട്ടി എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. കാരണം ഞാൻ പോലും വിചാരിച്ചതിനേക്കാളും ഒക്കെ എത്രയോ ഭംഗിയായിട്ട് ആ പ്രോഗ്രാം നടക്കാനായിട്ട് സാധിച്ചത്. എനിക്ക് ഉറപ്പുണ്ട് അതിനകത്ത് എല്ലാവരും കൂടി സഹകരിച്ച്, പ്രത്യേകിച്ച് പല സോണിലുള്ള ആളുകളൊക്കെ അത് വളരെ ആത്മാർത്ഥതയോടെ സഹകരിച്ച് പ്രവർത്തിച്ചതുകൊണ്ടത് അതിനകത്തൊരു സംശയമില്ലാത്ത കാര്യമാണ്. അല്ല, പ്രത്യേകിച്ച് ഈ കരിസ്മാറ്റിക് നവീകരണ ജീവിതത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ അനുഭവം ഒരാൾക്ക് സിദ്ധിച്ച് കഴിയുമ്പം അയാൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു കാര്യമാണല്ലോ ഈ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുക എന്നത്. അപ്പോൾ എനിക്ക് തോന്നണേ അച്ഛനും അങ്ങനത്തെ ചില ഇപ്പോൾ ആ കാര്യത്തിലൊക്കെ ബെഷലോം കൺവെൻഷൻ്റെ കാര്യത്തിലൊക്കെ അച്ഛൻ പൂർണ്ണമായും ദൈവത്തിന് വിട്ട് അച്ഛനൊരു ദൈവാശ്രയത്തിലല്ലേ അതെല്ലാം?
അത് തന്നെ സത്യം പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്നൊരു സംശയമില്ല. ഞാൻ എൻ്റെ ഒരു അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് തന്നെ പറയാം. ഞാൻ ഹയർ സെക്കൻഡറിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പം എന്നെ ഇവിടെ രൂപതയിൽ, അപ്പം എൻ്റെ പിതാവ് പറഞ്ഞു രൂപതയിൽ നിന്ന് ഫുള്ളായിട്ട് പോകാൻ പറ്റത്തില്ല, രൂപതയിൽ വേണം, പക്ഷേ KSTയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഹൗസിലായിരിക്കുകയും ചെയ്യണം. അപ്പം ഞാൻ പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അത് സാരമില്ല. അപ്പോൾ എന്നെ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് വെച്ചു. അന്നു മുതലേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിൽ. അപ്പം പിന്നെ മറ്റു പിതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് കുറച്ച് സമ്മർദ്ദമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവസാനം എന്നെ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞാൻ മാറേണ്ടി വന്നു. അതിനിടയിൽ ഈ ബെത്ലഹേം കൺവെൻഷൻ നടന്നു. പാലായിൽ വെച്ച് ഈ കൺവെൻഷൻ നടത്താനും ഈ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളുടെ എല്ലാം ഒരു ഫലം ഈ കൺവെൻഷൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനൊക്കെ സാധിച്ചു. കൺവെൻഷൻ കഴിഞ്ഞു, ഞാൻ അവിടെ നിന്ന് സ്ഥലം മാറുകയും ചെയ്തു. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്നെ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് വെച്ചത് പോലും ഈ ഒരു ബെത്ലഹേം കൺവെൻഷൻ പാലായിൽ വെച്ച് നടത്താനാണെന്നുള്ളതാണ്. കാരണം അത്രയും സ്മൂത്തായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഒരു ടെൻഷനും കൂടാതെ അതിൻ്റെ അറേഞ്ച്മെൻറ്റിന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഈ കൺവെൻഷൻ നടത്താനായിട്ട് സാധിച്ചതിൻ്റെ പിന്നിൽ അന്ന് എൻ്റെ പിതാവിലൂടെ ദൈവം പ്രവർത്തിച്ചതായിട്ടാണ് ഞാൻ കാണുന്നത്. ശരിക്കും അന്ന് അച്ഛൻ കളമശ്ശേരി ഹൗസിൽ താമസിച്ചിട്ട് ഇവിടെ വന്നാണ് ഈ കൺവെൻഷൻ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും പറ്റത്തില്ല. കാരണം നമുക്ക് സൗകര്യങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. തന്നെയല്ല അവിടെ നിന്ന് ഇവിടെ വന്ന് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നേനെ. പക്ഷേ ഇതൊരു പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ദൈവം മുന്നേ കണ്ട് അച്ഛനെ അവിടെ അപ്പോയിന്റ് ചെയ്തു. തീർച്ചയായിട്ടും അതിൽ അച്ഛൻ ഇത്തിരി വിഷമിച്ചെങ്കിൽ പോലും, കാരണം ഇവിടുന്ന് കുറേ യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ അത് നമ്മുടെ കൂടപ്പറപ്പായതുകൊണ്ട് കുഴപ്പമില്ല യാത്രയെന്ന് പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ ഒരു അനുഭവങ്ങൾ, പ്രത്യേകിച്ച് അച്ഛനെ ദൈവം വഴി ഒരു കാര്യം ഞങ്ങൾക്ക് വളരെ അച്ഛനാ പറഞ്ഞ വാക്കുകൾ, പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ആത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കുകയല്ല, നമ്മളിൽ പ്രവർത്തിക്കുകയാണ് എന്നുള്ളത് അച്ഛൻ്റെ ആ ബോധ്യവും അത് അച്ഛൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ അച്ഛന് നൽകുന്ന ഒരു ധൈര്യവും, തീർച്ചയായിട്ടും അതൊക്കെ അടിസ്ഥാനപരമായ ഒരു ക്രൈസ്തവ ജീവിതത്തിലെ ഒരു മനുഷ്യന് കിട്ടേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും അച്ഛൻ്റെ ഈ അനുഭവങ്ങൾ ഞങ്ങൾക്കും ശാലോം പ്രേക്ഷകർക്കും പ്രചോദനം നൽകുന്നു. അച്ഛൻ്റെ കൂടുതൽ അനുഭവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ കാത്തിരിക്കുന്നു. ശാലോം പ്രേക്ഷകരോട് അച്ഛൻ ഹൃദയം തുറന്നതിന് എല്ലാ ശാലോം പ്രേക്ഷകരുടെ പേരിലും ബഹുമാനപ്പെട്ട ജോസ് സഞ്ചാനിക്കൽ അച്ഛന് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. നവീകരണം ഇന്നിൻ്റെ അഭിഷേകം സ്വീകരിച്ചതാ മുന്നേറുന്നു. ആത്മാക്കളെ നമ്മുടെ നാഥന്റെ സന്നിധിയിലേക്ക് ചേർക്കാനായി നമുക്ക് അണിനിരക്കാം. യുഗാന്ത്യ കാഹളം മുഴങ്ങുന്നു. എങ്ങും മാനസാന്തരത്തിൻ്റെ സന്ദേശം മുഴങ്ങട്ടെ. ലോകമെങ്ങും യേശുനാമം നിറയട്ടെ. നവീകരണം ഉജ്ജ്വലിക്കട്ടെ. വചനം ഏകുവാനൊരു സാക്ഷ്യം. ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, അകറ്റുകയെല്ലാം